മെഹബൂബായ അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും ഇഷ്ടമാവട്ടെ നമ്മുടെ ഇഷ്ടം. അള്ളാഹു നമ്മുടെ കൽബുകളിൽ മഹബത്ത് നിറച്ചു തരട്ടെ. അങ്ങനെ ആകുമ്പോൾ ഈ നമ്മുടെ റമദാൻ മധുരായിരിക്കും. വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ എന്നുള്ള ടെൻഷനൊന്നും പിന്നെ തോന്നൂല. എൻ്റെ റബ്ബിനത് വേണ്ടേ, ഞാൻ ഒഴിവാക്കി. പിന്നെ നോമ്പ് മുറിക്കുമ്പോഴേ ഈത്തപ്പഴം കഴിച്ചിട്ട് മുറിക്കല, വീഡിയോ വെച്ച് മുറിക്കലല്ല സുന്നത്ത്. സാന്ദർഭികമായിട്ട് പറഞ്ഞു, ഈ ചെയിൻ വലിക്കാറുണ്ടാവും, വലിക്കാൻ മുട്ടിയിട്ടേ തല കറങ്ങനുണ്ടാവും. എന്നാലും നോമ്പ് മുറിക്കേണ്ടത് ഹബീബിന്റെ സുന്നത്താണ് അല്ലേ? എങ്ങനെ? ഈത്തപ്പഴം കൊണ്ട് 3 എണ്ണം കിട്ടുകയാണെങ്കിൽ 3 എണ്ണം, വെള്ളം, ഇതാണ് സുന്നത്ത്. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുക പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ പച്ചവെള്ളം കൊണ്ട് ദുആക്ക് ചൊല്ലുക എന്നല്ലാതെ നോമ്പ് മുറിക്കണ തന്നെ വലിച്ചുകൊണ്ട് അങ്ങനെ ആക്കല്ലേ. ഇനി അത് വലിയ ഹറാമോ ഹലാലോ എന്ന് ഞാൻ പറയില്ല ഇവിടെ. അതിന് മഹാന്മാർ പറയാ, അള്ളാഹു നന്മയും തിന്മയും നാളെ മഹ്ശറയിൽ വേർതിരിക്കുമ്പോൾ ഈ വലി എവിടെ പോയി നിൽക്കുക നിങ്ങൾ ആലോചിച്ചാൽ മതി. നന്മൻ്റെ കൂടെ നിൽക്കുക, ഹജ്ജ് ഉംറൻ്റെയും കൂടെയാണോ വന്ന് നിൽക്കുക വലി? അതല്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കൂടെയാണോ? ഉത്തരായി ആയില്ലേ? ആലോചിച്ച പലതിൻ്റെ ഉത്തരം അത്ര തന്നെയാണ്. വെറുതെ വസ്വാസാക്കിയിട്ടാണത്. നമുക്കറിയാം മനസ്സിൻ്റെ ഉള്ളിൽ ഇത് നല്ലതൊന്നുമല്ല. തടി കേടുവരുന്ന മുഴുവൻ പരിപാടി അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതാണ്. ചിലത് കറാഹത്ത്, ചിലത് ഹറാമായിട്ടും മാറും. അതുകൊണ്ട് എൻ്റെ മെഹബൂബിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എനിക്കല്ല ജീവൻ തന്നത്. ഈ ജീവൻ അള്ള കൊണ്ടുപോകും, കുറച്ച് നേരത്തേക്ക് തന്നതാണ്. അള്ളാഹു നീ സഹായിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.